എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ദേവേനെ കാണാനായിട്ട് കനകയും ഗോവിന്ദനും കൂടെ ഐശ്വര്യ അത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാണ്. പക്ഷേങ്കില് ദേവേനിക്ക് അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ദേഷ്യം ഇരട്ടിക്കുകയോ ചെയ്തേ. നിങ്ങളുടെ മോള് കാരണമാണ് എനിക്ക് ഇനി അവസ്ഥ വന്നേന്നൊക്കെ. എന്നിട്ട് നിനക്ക് നാണമുണ്ടോ എന്നെ കാണാനായിട്ട് ഇങ്ങോട്ട് വരാന് എന്നൊക്കെ പറഞ്ഞിട്ട് പരുഷമായ രീതിയിൽ ഗോവിന്ദനോട് കനകയോട് സംസാരിക്കുക. ഈ സമയം കനക പറഞ്ഞു, ദേവേനീച്ചി ഞങ്ങൾ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അത് മാത്രമല്ല എന്റെ മോൾ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന് പറയാ. വേണ്ട വേണ്ട, നിങ്ങൾ കൂടുതൽ ന്യായീകരിക്കാനൊന്നും പോണ്ട. അല്ലെങ്കിൽ നിങ്ങളുടെ മോളെ ന്യായീകരിക്കാനല്ലേ ശ്രമിക്കുള്ളൂ. കൂടുതലൊന്നും കേൾക്കണ്ട. ദേ എന്റെ കൺമുന്നിൽ പോലും കണ്ടുപോയേക്കരുത്. അവളെക്കാളും കൂടുതൽ ദേഷ്യ നിങ്ങളോട് എനിക്ക്. കാരണം നിങ്ങൾ കാരണമല്ലേ ഇപ്പം അവള് ആ കുടുംബത്തിലേക്ക് വന്നിരിക്കുന്നേ. നിങ്ങൾ ഒറ്റ എഴുത്ത് കാരണ, നിങ്ങളുടെ അത്യാഗ്രഹം കാരണമെന്ന് പറയണം. ഇത് കേട്ടത് കനകയ്ക്ക് സഹിക്കാൻ പറ്റില്ല. കനക പറഞ്ഞു, എന്നാലും ഇങ്ങനെയൊന്നും പറയരുത്. എന്റെ മോൾ അത്രയ്ക്ക് ദുഷ്ടിയൊന്നുമല്ല. അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറയാം. ദേ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. അറ്റാക്ക് കഴിഞ്ഞല്ലേ നിങ്ങളുടെ ഭർത്താവിന്. എന്നിട്ടും കണ്ടില്ലേ ഒരു ഉളുപ്പില്ലാതെ വന്ന് നിൽക്കുന്നു. ഇനി ഞാൻ എന്തേലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, പിന്നെ ഇയാൾക്ക് വല്ല അസുഖമായിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്നും പറഞ്ഞേക്കരുത്. അതുകൊണ്ട് എത്രയും വേണം നിങ്ങളുടെ ഭർത്താവിനെ എന്റെ കൺമുനിന്ന് വിളിച്ചോണ്ട് പോകാനൊക്കെ പറയാണ്. എല്ലാം കേട്ടിപ്പോ കനക പറഞ്ഞു, ബാബു ഗോവിന്ദേട്ടാന്ന് പറഞ്ഞോണ്ട് വിളിച്ചിറക്കൊണ്ട് പോകുമ്പോഴത്തേനും ആദർശം, എന്തൊക്കെയാ അമ്മ ഈ പറയണേ? ഒന്നുമല്ല, നയനയുടെ അച്ഛനും അമ്മയല്ലേ ഇങ്ങനെയൊക്കെയാണോ പെരുമാറണ്ടേ? ഓഹോ, അപ്പൊ നീ എന്നെ മര്യാദ ചട്ടം പഠിപ്പിക്കാൻ വേണ്ടി അവരെയും കൂടെ കൂട്ടിക്കൊണ്ട് വന്നല്ലേ? ദേ എനിക്ക് മനസമാധാനം കിട്ടണമെങ്കിൽ ഇമാതിരിയുള്ള അവറ്റകളൊക്കെ ഈ മുറിയിലേക്ക് കയറ്റിക്കൊണ്ട് വരില്ല. പറഞ്ഞു കേട്ടല്ലോ. എനിക്ക് അല്ലെങ്കിൽ തന്നെ ആകെപ്പാടെ നല്ല ഭ്രാന്തി പിടിച്ചിരിക്കുന്ന സമയം. നിന്റെ ഭാര്യ കാരണം ഞാൻ ഈ അവസ്ഥയിൽ എത്തിയിരിക്കുന്നത്. അതും പോരാച്ചിട്ട് നീ എന്ത് ധൈര്യത്തിലാണ് അവരെ ഇങ്ങോട്ട് കയറ്റിക്കൊണ്ട് വന്നേ എന്ന് പറയാണ്. ആദർശന് മനസ്സിലായി ഇനിയിപ്പൊ അവിടെ നിന്ന് അമ്മയോട് തർക്കിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും കനകയോടും ഗോവിന്ദനോടായിട്ട് പറഞ്ഞു, അതെ ക്ഷമിക്കണം കേട്ടോ, അമ്മയുടെ അവസ്ഥ അറിയാലോ. അമ്മയുടെ സ്വഭാവത്തിന് ഇപ്പോഴും ഒരു മാറ്റം വന്നിട്ടുള്ളൂ ഇല്ലെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഗോവിന്ദൻ പറഞ്ഞു, അത് ഞങ്ങൾക്ക് അറിയാലോ മോനെ, ഇതൊക്കെ പ്രതീക്ഷയല്ലേ ഞങ്ങൾ അങ്ങോട്ട് കയറിയത്. കനക പറഞ്ഞു, ഞങ്ങൾ എന്ത് ചീത്ത പറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ ഞങ്ങളുടെ മോൾ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. അവൾ അത്രക്കാരിയല്ലെന്ന് പറയാ. അത് ഞങ്ങൾക്കറിയാം, പക്ഷെങ്കിൽ അമ്മേനെ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ എത്ര ബുദ്ധിമുട്ടാന്ന് പറയാണ്. കനക പറഞ്ഞു, ഇതെങ്ങാനും എന്റെ മോള് നബിയെ കുടിച്ചിരുന്നെങ്കിലോ, അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു പോയാനും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയാണ്. ഗോവിന്ദൻ പറഞ്ഞു, അത് ശരിയാ, മോള് തലനാരിഴയ്ക്കാൻ രക്ഷപ്പെട്ടത്. ഒരു പക്ഷേങ്കിൽ അവളായിരുന്നെങ്കിലോ, എന്റെ ഭഗവാനെ നീയാ കാത്തത്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ ആദർശം പറഞ്ഞു, ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ടെന്ന് പറയാണ്. അല്ല അച്ഛൻ വേണമെങ്കിൽ ഇപ്പൊ പോയിക്കോ, അമ്മ പിന്നീട് വന്നോളൂ എന്ന് പറയണം. അതെന്താ മോനെ അങ്ങനെ പറഞ്ഞേ? അല്ല ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ഒരു പക്ഷെ അമ്മയും കൂടെ ഇവിടെ നിൽക്കുവാണെങ്കിലേ നയനയ്ക്കും അതൊരു കൂട്ടാവൂലോ. അവൾക്കാണെങ്കിൽ ഈ പറഞ്ഞ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അമ്മയ്ക്കാണെങ്കിൽ അവളെ കണ്ണെടുത്താൽ കാണത്തില്ല. അതുകൊണ്ട് അമ്മ ഇവിടെ നിൽക്കട്ടെ എന്ന് പറയാണ്. ഇത് കേട്ടതും ഗോവിന്ദൻ പറഞ്ഞു, അങ്ങനെയാണ് കാര്യം ചെയ്യാൻ, കനക ഇവിടെ നിൽക്കട്ടെ എന്ന് പറയാണ്. കാരണം ആദർശന് കനകയോട് ആ കാര്യങ്ങളൊക്കെ തുറന്നു പറയണമെന്നുണ്ട്. ഒരു പക്ഷെ ഗോവിന്ദൻ ഇവിടെ ഉണ്ടെങ്കിൽ അതൊന്നും നടക്കത്തില്ല. പിന്നീട് ഗോവിന്ദൻ പറഞ്ഞു, എന്നാ ശരി ഞാനും കൂടെ പോയേക്കാം, വേണം നന്ദുവിനെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു വിടാം, എനിക്കൊരു ആശ്വാസം ആകുമല്ലോ ഈ സമയത്തെന്ന് പറയാണ്. അങ്ങനെ ഗോവിന്ദൻ പോകാൻ തുടങ്ങിയപ്പോഴത്തേനും പറഞ്ഞു, അല്ല നയനമോൾ ഇതിനായിട്ടും കണ്ടില്ലോ എന്ന് പറയാം. അതെ അവളിങ്ങനെ ഓരോ കാര്യത്തിനായിട്ട് ഓടി നടക്കുന്നുണ്ട്, അതുകൊണ്ടാ അച്ഛാ പിന്നെ വരുമ്പോ കാണാതെ പറയണം. അങ്ങനെ ഗോവിന്ദനെ പതുക്കെ അവിടെ നിന്നും കൂടെ ഒഴിവാക്കുവാണ്. ഒഴിവാക്കി കഴിഞ്ഞപ്പോഴത്തേനും ജയൻ അങ്ങോട്ട് വരുവാണ്. ജയൻ വന്നിട്ട് ചോദിച്ചു, എന്തായി മോനെ കണ്ടോന്ന് ചോദിക്കുവാണ്. ദേവേനെ കണ്ട്, കണ്ടച്ചാ അമ്മയുടെ സ്വഭാവത്തിന് ഇപ്പോഴും ഒരു മാറ്റം വന്നിട്ടില്ലെന്ന് പറയാം. ദേവേനയുടെ സ്വഭാവത്തിന് മാറ്റം വരേണ്ടിയിരിക്കുന്നു. ഇനി മാറ്റം വന്നില്ലെങ്കിൽ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകത്തില്ലെന്ന് പറയാം. സത്യങ്ങളൊക്കെ അവൾ അറിയണം, അല്ലാതെ പോയിട്ട് കാര്യമില്ലെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കനു ചോദിച്ചു, എന്താ മോനെ എന്ത് സത്യങ്ങൾ അറിയുന്ന കാര്യം പറഞ്ഞ? അല്ല അത് പിന്നെ ബ്ലഡ് കൊടുത്ത കാര്യങ്ങളൊക്കെ അല്ലല്ലോ. എന്താ നയനമോളെ ഞാൻ ഇതുവരായിട്ടും വന്നിട്ട് കണ്ടില്ല, സത്യം പറ നയനമോൾ എന്ത് ചെയ്യുന്നു ചോദിക്കുക. അല്ല അത് പിന്നെ അമ്മേ അവള് കുറെ ടെസ്റ്റുകളൊക്കെ ചെയ്യാനായിട്ട് അവളെ കേട്ടിരിക്കുമെന്ന് പറയണേ. നയനമോൾക്ക് എന്ത് പറ്റി, അവൾക്ക് എന്ത് ടെസ്റ്റ് ചെയ്യാനാന്ന് ചോദിക്കാം. അല്ല അത് പിന്നെ അമ്മ പറയുന്നോണ്ട് അമ്മയ്ക്ക് വിഷമമൊന്നും തോന്നരുത്. അച്ഛനെ ഇവിടുന്ന് മാറ്റിയതിന് പിന്നില് ഒരു കാരണമുണ്ടെന്ന് പറയാ. അച്ഛൻ അറിയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ഉണ്ട്, അതാന്ന് പറയണം. ഗോവിന്ദൻ അറിയാത്ത എന്ത് കാര്യങ്ങളാ? അത് ഞാൻ പറയാം, അമ്മ ഇവിടെ ഇരിക്കാൻ പറയണം. അങ്ങനെ ദേവേനെ അവിടെ പിടിച്ചിരുത്തിയിട്ട് പറഞ്ഞു, അതെ അമ്മയ്ക്ക് ഒരു സർജറി നടത്തണം, കരൾ അമ്മയുടെ ഫെയിലിയർ ആയിട്ടിരിക്കുവാന്ന് പറയണം. അയ്യോ മോനെ അതിപ്പോ അമ്മയുടെ അതേ സെയിം ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആള് തന്നെ വേണം. അപ്പൊ നയനയുടെ ബ്ലഡ് ഗ്രൂപ്പ് അതാണ്. അപ്പൊ നയന കരൾ കൊടുക്കാൻ സമ്മതിച്ചെന്ന് പറയണേ. എന്തൊക്കെയാ മോനെ നീ പറയണേന്ന് ചോദിക്കാം.
അതേമേ ഞങ്ങളാകും ഇത് അവളോട് പറഞ്ഞ, പക്ഷെ അതൊന്നും കേൾക്കാൻ അവള് കൂട്ടാക്കില്ല. അവളുടെ കരൾ പകുത്തു നൽകാനായിട്ട് സമ്മതം അറിയിച്ചേക്കുമെന്ന് പറയണം. ഇത് കേട്ട കനക നെഞ്ചത്തടിച്ച് നിലവിളിക്കുവാണ്. എന്റെ ദൈവമേ, അവൾ ഇത് എന്ത് ഭാവിച്ചാന്ന് ചോദിക്കും. ഞങ്ങളിത് അവളോട് പറഞ്ഞ, പക്ഷെ അവള് പിടിവാശി പിടിച്ചു ഡോക്ടറുടെ മുന്നില്. അവൾക്ക് കരൾ കൊടുത്തേ മതിയാവുള്ളൂ, എത്രയും പെട്ടെന്ന് തന്നെ അതോ സർജറി ചെയ്യണമെന്നാ പറഞ്ഞേ. അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് റെയർ ആയതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും കിട്ടാനായിട്ട് വഴിയില്ല. അപ്പൊ അവള് സമ്മതിച്ചെന്ന് പറയാണ്. ദൈവമേ, ഇനി എന്ത് ചെയ്യും മോനെന്ന് ചോദിക്കുവാണ്. അവളെ എനിക്ക് കാണണം, ഇപ്പൊ ഈ നിമിഷം കാണണമെന്ന് പറയാ. അവള് ടെസ്റ്റ് ചെയ്യാനായിട്ട് കയറിയാക്കോ എന്ന് പറയണം. ഞാൻ അവളോട് പറഞ്ഞോളാം, അവളെ പറഞ്ഞ് ഞാൻ തിരുത്തിക്കോളാം. അറിയാലോ, ദേ എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ഇത് കേട്ടത് ആദർശം ഒന്നും സംഭവിക്കില്ലമ്മേ എന്ന് പറയാണ്. ഇതെങ്ങാനും ഗോവിന്ദേട്ടൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചങ്ക് പൊട്ടി ഗോവിന്ദേട്ടൻ മരിക്കുമെന്ന് പറയാം. ഗോവിന്ദേട്ടൻ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇത്രയൊക്കെ ആയിട്ടും ഇതുവരെ ആയിട്ടും ദേവേനെ അന്നിട്ട് പോലും എന്റെ മോളുടെ ആ നല്ല മനസ്സ് തിരിച്ചറിയുന്നില്ല മോനെന്ന് പറയാണ്. തൽക്കാലത്തേക്ക് അമ്മയെ ഈ കാര്യങ്ങളൊന്നും അറിയിച്ചിട്ടില്ല. അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും സമ്മതിക്കത്തില്ല. അമ്മയുടെ സ്വഭാവം അറിയാലോ. അമ്മ പറയും ഞാൻ കിടന്ന് മരിച്ചാലും കുഴപ്പമില്ല, എനിക്ക് അവളുടെ ഒരു സഹായം വേണ്ടെന്ന് പറയുള്ളൂ പറയാം. കനക നിന്ന് പൊട്ടിക്കരയുവാണ്. കനയ്ക്ക് വല്ലാത്ത വിഷമായിപ്പോയി. കനക പറഞ്ഞ് എനിക്ക് അവിടെ ഒന്ന് കാണണമെന്ന് പറയാണ്. പിന്നീട് കുറച്ച് കഴിയുമ്പോൾ ടെസ്റ്റൊക്കെ നടത്തിയിട്ട് നയനെ അങ്ങോട്ട് കൊണ്ടു കഴിയുമ്പോഴത്തേനും കനക ഓടി അങ്ങോട്ട് ചെന്ന് നയനെ കെട്ടിപ്പിടിക്കുകയാണ്. മോളേന്നും പറഞ്ഞുകൊണ്ട്. അമ്മ എന്തിനാ കരയണെന്ന് ചോദിക്കും. മോളെ, ഞാൻ ഒരു കാര്യം പറയാം. ഇനിയിപ്പോൾ എന്താണ് സമയമുണ്ട്, കുറച്ച് സമയം കൂടെ ബാക്കിയുണ്ട്. ആദർശ് ഇവരെല്ലാവരും ചേർന്നിട്ട് ആരെയും ഡോണറെ സംഘടിപ്പിച്ചോളും. മോൾ ഇതിന് തുനിയുണ്ടാന്ന് പറയാ. അമ്മ എന്താ അമ്മ ഇങ്ങനെ പറയണേ? അമ്മയ്ക്കൊരു ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ സഹായിക്കില്ലേ? ആദർശേണ്ട അമ്മ എന്റെ സ്വന്തം അമ്മയല്ലേ? എന്നാലും മോൾ എനിക്ക് പറ്റില്ല എന്ന് പറയാണ്. അമ്മ ഇതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, എനിക്കൊന്നും സംഭവിക്കില്ല. എന്റെ കരൾ പകത്ത് നൽകിയെന്ന് ഓർത്തുണ്ട് എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അമ്മ ധൈര്യമായിട്ടിരിക്കുക. അമ്മയുടെ മോളെ അമ്മയ്ക്ക് വിശ്വാസം ഇല്ലെന്ന് ചോദിക്കും. എനിക്ക് വിശ്വാസം, എന്നാലും എനിക്ക് അറിയത്തില്ല മോളെ. അറിയാലോ, മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അമ്മ പിന്നെയും പിന്നെ എന്തിനാ ഇത് തന്നെ പറയണേ? എനിക്കൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. അമ്മ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞോണ്ട് കനകയുടെ കയ്യിലേക്ക് പിടിച്ച് നയനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നീട് ജയം വന്നിട്ട് പറഞ്ഞു, ഞങ്ങളാകുന്ന നയനമോളോട് പറഞ്ഞ ഈ കാര്യം, പക്ഷെ നയനമോൾ ഒന്നും കേൾക്കാനായിട്ട് കൂട്ടാക്കിയില്ലെന്ന് പറയാണ്. അവൾ ഒരേ പിടിവാശിയിൽ തന്നെയാന്ന് പറയണം. എന്നാലും ഇത്രയൊക്കെ ചെയ്തിട്ട് പോലും ഇതുവരെ ആയിട്ടും നയനെ അംഗീകരിക്കാനായിട്ട് കൂട്ടാക്കുന്നില്ലോ ദേവേനി എന്ന് പറയാം. അതൊക്കെ അംഗീകരിക്കും അമ്മ, അമ്മ വിഷമിക്കണ്ടെന്നൊക്കെ പറയാം. പിന്നീട് നയനെ അങ്ങോട്ട് വന്ന് വിളിക്കുക നേഴ്സ്. അകത്തേക്ക് കയറി ചെല്ലാൻ പറയാണ്. അങ്ങനെ അകത്തേക്ക് കയറി ചെന്നു. പിന്നീട് നയനെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ മാറ്റി ആ സർജറിക്കുള്ള വേഷത്തിലേക്ക് മാറ്റുവാണ്. അങ്ങനെ മാറ്റി നയനെ അങ്ങോട്ട് കൊണ്ടുപോകണം. സ്ട്രെച്ചറെ കിടത്തിയിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ആദർശിന്റെ കയ്യിലേക്ക് പിടിച്ചു നയന. ആദർശിന് രണ്ട് കണ്ണ് നിറഞ്ഞു വന്നു. ആദർശാണ് നയന പറഞ്ഞു, ആദർശാണ് എന്തിനാ വിഷമിക്കണേ? എനിക്കൊന്നും ഒരു ആപത്ത് സംഭവിക്കില്ലെന്ന് പറയണം. അപ്പോഴേക്കും കനയ്ക്കും വല്ലാത്ത വിഷമായി. കനയുടെ കണ്ണ് നിറഞ്ഞു വന്നു. വിഷമിക്കാതിരിക്കുക, എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് നയന ധൈര്യസമേതം അകത്തേക്ക് പോവാണ്. ആദർശിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ സമയത്ത് ദേവേനയെ കയറ്റാനായിട്ട് അങ്ങ് തുടങ്ങുവാണ് സർജറിക്ക് വേണ്ടിയിട്ട്. പിന്നീട് ജയനെ ആദർശിനേക്ക് അകത്തേക്ക് വിളിച്ചു. അങ്ങനെ ദേവേനെ അടുത്ത് എന്നിട്ട് ദേവേനോട് ജയൻ പറഞ്ഞു, വിഷമിക്കൊന്നും വേണ്ട, സർജറിയൊക്കെ പെട്ടെന്ന് നടത്തും, ഒരു കുഴപ്പമില്ലെന്ന് പറയാണ്. ഇത് കേട്ടാൻ ദേവേനെ പറഞ്ഞു, എനിക്കങ്ങനെ പേടിയൊന്നും ഇല്ല ജയേട്ടാ, ഞാൻ എന്തായാലും ജീവിതത്തിലേക്ക് തിരികെ വരും. എനിക്ക് മടങ്ങി വരാതിരിക്കാൻ പറ്റില്ല. ഞാൻ അനുഭവിച്ച ഈ വേദനയൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ഞാൻ പ്രതികാരം ചെയ്യുമെന്ന് പറയാം. ഇത് കേട്ടതും ജയൻ പറഞ്ഞു, നീ എന്തൊക്കെയാ ദേവേനി ഈ സർജറി നടക്കാൻ പോണ സമയത്ത് ഇങ്ങനെയൊക്കെയാണ് പറയണേ? ഒരിക്കലും ഇങ്ങനെയൊന്നും ചിന്തിച്ചുകൂടാന്ന് പറയാണ്. അറിയാലോ, ഈ സമയത്ത് ദൈവകാര്യങ്ങൾ മാത്രം ചിന്തിക്കാം, ഒരു കുഴപ്പമില്ലാതെ ഒരാപത്തും കൂടാതെ സർജറി കഴിയാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയാണ്. അതൊന്നും ഓർത്ത് എനിക്ക് വിഷമിക്കണ്ട, എനിക്ക് വിഷമില്ല, നിങ്ങൾ വിഷമിക്കാതിരിക്കാൻ മതി എന്നൊക്കെ ജയനോടും ആദർശനോടായിട്ട് ദേവേനോട് പറയാണ്. പിന്നീട് ദേവേനയെ അങ്ങോട്ട് കൊട്ടിക്കൊണ്ട് വരികയാണ്. ആ സമയത്ത് പുറത്താകപ്പാ ടെൻഷനോട് കൂടിയിട്ടാണ് കനക നിൽക്കുന്നത്. പിന്നീട് കനക നന്ദുവിനെ ഫോൺ ചെയ്യുവാണ്. നന്ദുവിനെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, അതെ നന്ദുട്ടാ, നീ എപ്പോഴാണ് ഹോസ്പിറ്റലിലേക്ക് വരുന്നത് ചോദിക്കുകയാണ്. ഞാനിപ്പൊ തന്നെ വരാം എന്ന് പറയണം. എന്നാൽ പെട്ടെന്ന് വരാൻ പറയണം. എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ട്? കുഴപ്പമൊന്നുമില്ലെന്ന് പറയണം. കനകയ്ക്കാണെങ്കിൽ വല്ലാത്ത ടെൻഷനാ. നന്ദുവും കൂടെ ഉണ്ടെങ്കിൽ അവളും കൂടെ ഉണ്ടൊരു ധൈര്യമാണല്ലോ എന്ന് ഓർത്തോണ്ട് കനക നന്ദുവിനെ വിളിക്കുന്നത്. അങ്ങനെ നന്ദു ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. വന്നു കഴിഞ്ഞപ്പോഴത്തേനും കനക പൊട്ടിക്കടഞ്ഞോണ്ട് നന്ദുവിനെ പോയി കെട്ടിപ്പിടിക്കണം. എന്താമേ, എന്തെങ്കിലും സംഭവിച്ചോ? ഇനിയിപ്പം ദേവയാനിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? അതാണ് ഒരു ടെൻഷൻ മുഴുവൻ മനസ്സിൽ. പെട്ടെന്ന് അതൊന്നും ഇല്ലാന്ന് പറയണം. പിന്നെ എന്താ കാര്യം? അമ്മ എന്തിനാ വിഷമിക്കണേ? നയനേച്ചി എന്തിയെന്ന് ചോദിക്കുകയാണ്. അല്ല, നയനമോള് സർജറി റൂമിലാന്ന് പറയണം. സർജറി റൂമിലാ? നയനേച്ചിക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുക. പിന്നീട് കനക കാര്യങ്ങളൊക്കെ പറയാണ്. കരൾ പകുത്ത് നൽകാനായിട്ട് നയന സമ്മതിച്ച കാര്യം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ തന്നെ നന്ദു പറഞ്ഞു, എന്തിനാ നയനേച്ചിയെ സമ്മതിച്ചാൽ? ഇത് സമ്മതിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ എന്ന് പറയാണ്. ഞാനിത് പറഞ്ഞ പക്ഷെ നയനമോള് കേൾക്കാൻ കൂട്ടാക്കിയില്ല.
അമ്മ വിഷമിക്കാതിരിക്കുക, നയനേച്ചിക്ക് ഒന്നും സംഭവിക്കില്ല, നയനേച്ചിക്ക് നല്ല മനസ്സല്ലേ അമ്മേ, അതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല എന്ന് പറയാ. ദേ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും എല്ലാ പ്രശ്നങ്ങളും നയനേച്ചിയുടെ തീരും. നയനേച്ചി സന്തോഷമായിട്ട് ജീവിക്കും. അമ്മ കണ്ടോളാൻ പറയാണ്. അങ്ങനെ സർജറിക്ക് കയറ്റി കഴിഞ്ഞിട്ട് അവരെല്ലാം അസ്വസ്ഥപ്പെട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് അനാമിക ആ കാര്യം അറിയണേ, കരൾ പകുത്ത് നൽകാനായിട്ട് ആളെ കിട്ടിയെന്നുള്ള കാര്യം ഇതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അനാമിക ചെന്ന് രേവതിയോട് പറഞ്ഞു, ഇതേ ഇനി നമ്മൾ പേടിക്കേണ്ട കേട്ടോ എന്ന് പറയാണ്. എന്താ മോളെ? അതെ, കരൾ പകുത്ത് നൽകാനായിട്ട് ആളെ കിട്ടിയിട്ടുണ്ട്, ഇനി നമുക്ക് ധൈര്യമായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാന്ന് പറയാണ്. ഇത് കേട്ടാ രേവതി പറഞ്ഞു, അന്നാ ഒരു കാര്യം ചെയ്യേ, മോള് ഹോസ്പിറ്റലിലേക്ക് പൊക്കോ, ഇനിയിപ്പോ പേടിക്കേണ്ട കാര്യമില്ലോ, ഇനിയിപ്പോ ചോദിക്കുകയാണെങ്കിൽ തന്നെ പറഞ്ഞാൽ മതി, മോളുടെ കരൾ പകുത്ത് നൽകാനായിട്ട് മോൾക്ക് സമ്മതമായിരുന്നു, പിന്നെ ആളെ കിട്ടിയത് കൊണ്ട് പിന്നെ വേണ്ടെന്ന് വെച്ചാന്ന്. അത് ശരിയാ, നല്ല ഐഡിയ തന്നെയാ. ഇനിയിപ്പം ചെന്നാൽ ഞാൻ പ്രശ്നമൊന്നുമില്ല. ഇത് വല്യമ്മ ഇനി സർജറി കഴിഞ്ഞ് കിടക്കുമ്പോൾ വേണം വല്യമ്മയുടെ അടുത്തേക്ക് ചെല്ലാനായിട്ട്. കരളൊക്കെ കിട്ടിയ സമയത്ത് ഇനി ഇപ്പൊ വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല, അപകടനിലയൊക്കെ തരണം ചെയ്യുമല്ലോ. അപ്പൊ ആ മനസ്സിലേക്ക് എരിപൊരി കയറ്റി വിട്ടിട്ട് വേണം എനിക്ക് വീട്ടിലേക്ക് തിരികെ കയറാനെന്ന് പറയുവാണ് അനന്തപുരിയിലേക്ക്. ഇത് കേട്ടോണ്ട് വന്ന് വേണു പറഞ്ഞു, അത് ശരിയാ മോളെ, എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് കയറാം, ഇനി ഒരു നിമിഷം പോലും വൈകിക്കൂടെ, അറിയാലോ നമ്മുടെ മുന്നിൽ അധികം മാസങ്ങളൊന്നുമില്ല, ഉപേന്ദ്രന്റെ കടം വീട്ടണം, കടം വീട്ടണമെങ്കിൽ നീ അങ്ങോട്ട് ചെന്നേ മതിയാവുള്ളൂ എന്ന് പറയാണ്. അത് ശരിയാ, ഇപ്പോഴീ സമയമാണ് ഏറ്റവും ഉചിതമായ സമയം, ദേവയാനന്റെ മനസ്സിലേക്ക് എരിവരി കയറ്റാണ്ട് നിനക്ക് പറ്റിയ അവസരമാണെന്ന് പറയാണ്. അങ്ങനെ അനാമികയുടെ മനസ്സിലേക്ക് എരിവരി കയറ്റി കൊടുത്ത് അവളെ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിടുവാണ്. ഈ സമയം സർവ്വദൈവങ്ങളെയും വിളിച്ച് നയനയ്ക്കും ദേവയാനിക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആദർശും ജയനൊക്കെ അവിടെ ഇരിക്കുകയാണ്. അപ്പൊ അതേപോലെ തന്നെയായിരുന്നു മുത്തശ്ശനും മുത്തശ്ശിയും സർജറിക്ക് കയറ്റി എന്നുള്ള വിവരം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ ഉള്ളിൽ ഒരേ പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം കരള് കൊടുക്കുന്ന ആൾക്കും അത് സ്വീകരിക്കുന്ന ദേവയാനിക്കും ഒരു ആപത്തും വരുത്തില്ല, അവരെ കാത്തോണം എൻ്റെ അയ്യപ്പസ്വാമി എന്ന് പറഞ്ഞോണ്ടാ. കാരണം ദേവയാനി എന്തൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ദേവയാനിയുടെ പൊറുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ഇനിയെങ്കിലും ദേവയാനി നയനയാണ് കരൾ കൊടുത്ത, അല്ലെങ്കിൽ നയനയാണ് തന്റെ ജീവൻ രക്ഷിച്ചെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പ്രശ്നമാവും. ഇനിയിപ്പം കരൾ കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോഴെങ്കിലും ദേവയാനിക്ക് മനസ്താപം ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല. ഇനിയിപ്പോ കരൾ കൊടുക്കുന്ന നയനയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പറയല്ല, കാരണം നയനയുടെ ആരോഗ്യസ്ഥിതിയും വളരെ മോശമാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിനി കാണാനായിട്ട് പോകുന്നത്. അപ്പൊ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട് നിർത്തുന്നു. നന്ദി.